ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേക്ടിക്സ് കുക്കിംഗ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഡോണറ്റ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പൊതുവെ ഇത് ബേക്കറിയിൽ നിന്നൊക്കെയാണ് സാധാരണ മേടിക്കാറുള്ളത്, പക്ഷെ നമുക്കിത് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണണം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുത്തതിന് ശേഷം അതിലോട്ട് 3/4 കപ്പോളം ചെറു ചൂടുള്ള പാല് ചേർക്കണം. 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കാം. 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കണം. എന്നിട്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ആ പഞ്ചസാര നന്നായിട്ട് അലിയുന്ന വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റോളം ഇതൊരു പാത്രം വെച്ച് മൂടി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിനുള്ള മാവാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 2 കപ്പ് മൈദ ചേർക്കണം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. 2 ടീസ്പൂൺ ഓയിലും ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇനി നമുക്ക് നമ്മളവിടെ തയ്യാറാക്കി ഓൾറെഡി വെച്ചിട്ടുള്ള പാലും ഈസ്റ്റും കൂടെയുള്ള മിക്സ്ചർ ഇതിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് മാവാവുന്ന വരെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ആ മാവ് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താണ്. ഇനി നമുക്ക് ഈ മാവ് ഈ രീതിയിൽ ഉള്ളിലോട്ട് മടക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ പെട്ടെന്ന് പൊന്തി വരും. കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഉള്ളിലോട്ട് മടക്കി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇത് വച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഓയിലൊക്കെ പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂറോളം ഇത് മൂടി വെക്കണം. ഇത് മൂടി വയ്ക്കുമ്പോൾ ഇത്തിരി ചൂടുള്ള സ്ഥലത്ത് വേണം, തണുപ്പുള്ള സ്ഥലത്തേക്കൊന്നും വെക്കരുത്, ചൂടുള്ള സ്ഥലത്ത് വെക്കണം. ഇനി നമുക്ക് ഈ ഡോണറ്റ്സ് ഡിപ്പ് ചെയ്യാനുള്ള ചോക്ലേറ്റാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഒരു പാത്രത്തിലൂടെ ചേർക്കണം. നമുക്കിത് കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് കാരണം അതിനനുസരിച്ചുള്ള പാത്രത്തിലേക്ക് വേണം നമ്മളിത് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിലേക്ക് ചേർക്കണം. മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കണം. പിന്നെ ഒരു തരി ഉപ്പും കൂടി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട പാലാണ്. അപ്പോൾ പാല് നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണം അതിൽ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ഇത്തിരി തിക്കാവും. അപ്പോൾ കുറച്ച് കൂടുതൽ പാൽ നമുക്കിതിലേക്ക് ചേർത്തിട്ട് വേണം ഇളക്കാനായിട്ട്.
ഒക്കെ ഇപ്പോൾ കുറേശ്ശെ പാലിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നന്നായിട്ട് ലൂസായിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ എടുക്കാൻ. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോഴേക്കും നന്നായിട്ട് തിക്കായിട്ട് കിട്ടും നമുക്കത് ചോക്ലേറ്റായിട്ട്. ഇതിപ്പോൾ നമുക്കിത് ഈ ഒരു വിധത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഇരിക്കുന്തോറും ചിലപ്പോൾ കുറച്ചും കൂടി തിക്കാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പാല് ചേർത്ത് കഴിഞ്ഞാൽ ലൂസാവും കേട്ടോ. ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഡിപ്പ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതിനേക്കാളും കട്ടയാവണമെങ്കിൽ നിങ്ങൾ പാല് ചേർത്തോ. അപ്പോൾ അതേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കത് ഒരു 2 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. നന്നായിട്ട് കുഴയ്ക്കുന്നവർ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മളുടെ ഡോണട്ട്സ്. അപ്പോൾ എത്രത്തോളം നമുക്ക് കുഴയ്ക്കാമോ അത്രത്തോളം കുഴയ്ക്കുക. അപ്പോൾ ഇത് 2 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്താണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോളായിട്ട് എടുക്കാം. ബോൾ ഷേപ്പിൽ എടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് എടുക്കാം. ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി ആദ്യം ഒന്ന് എടുക്കണം. ഉള്ളിലോട്ട് നന്നായിട്ടൊന്ന് മടക്കിയിടുന്നതിന് ശേഷം ഇങ്ങനെ ഒന്ന് നമുക്ക് കൈ കൊണ്ട് തന്നെ റോൾ ചെയ്തെടുക്കാം പതുക്കെ. ഈ ഒരു വിധത്തിൽ കിട്ടണം. ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. ഒന്ന് വൃത്തിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും. അതിലോട്ട് ഇത് വയ്ക്കാം. സാധാരണ ഒരു ബട്ടർ പേപ്പറാണ് ഉപയോഗിക്കാറുള്ളത്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാനിത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഓരോ ഷീറ്റിലും ഇങ്ങനെ ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റോളം നമുക്കിത് വെക്കണം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇത് പൊങ്ങി വരും ഒന്നും കൂടി. ഇങ്ങനെ ഓരോന്നും ഈ രീതിയിൽ വയ്ക്കാം നമുക്ക്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വിരലുകൊണ്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ തുള ഉണ്ടാക്കി കൊടുക്കണം. അതിൻ്റെ അറ്റം വരെ കൈയിൻ്റെ വിരൽ ചെല്ലണം. ഇത് പൊട്ടൊന്നുമില്ല, നമ്മൾ പതുക്കെ ചെയ്താൽ മതി മാത്രം. അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് വിരലിട്ട് കൊടുത്തിട്ട് തുള ഉണ്ടാക്കണം. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി എണ്ണ ചൂടാകുമ്പോഴേക്കും എനിക്ക് ഈ കവറിൽ നിന്ന് തന്നെ ഇത് വിടിയിപ്പിച്ച് ആ എണ്ണയിലോട്ട് പതുക്കെ കയ്യിലോട്ടൊന്ന് എണ്ണ തെറിക്കാണ്ട് പതുക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് കളറൊക്കെ മാറി നല്ലതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്.
അപ്പം നമുക്കിത് കോരിയെടുക്കാം. നല്ല ഷേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്, പൊട്ടിയിട്ടൊന്നുമില്ല, നല്ല ഷേപ്പിലായിട്ടേക്കാണ്. നമുക്കിനി ഇത് ചോക്ലേറ്റ്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സൈഡ് നമുക്ക് ഇതിലോട്ട് പതുക്കെ ഇങ്ങനെ മുക്കി കൊടുക്കാം. പതുക്കെ ഇങ്ങനെ പൊക്കിയെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ചോക്ലേറ്റ് നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ മാവ് കുഴയ്ക്കുന്ന ആ സമയം മാത്രമേ, പിന്നെ അത് വയ്ക്കുന്ന 1 മണിക്കൂർ മാത്രമേ നമുക്ക് സമയം പോവുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇനി പുറത്തൊന്നും പോയി മേടിക്കാതെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടുകൂടി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും വീണ്ടും കാണാം. അപ്പം ബൈ.